ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു സാമ്പാറുണ്ട്. സാമ്പാറെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മച്ചി സാമ്പാറെന്ന് പറയുമ്പോൾ ഗൈസ് എന്താണെന്ന് വെച്ചാൽ പൊട്ടിത്തെറിച്ചാൽ നമ്മുടെ സാധാരണ നാടൻ സാമ്പാറല്ല, ഞാനൊരു ബോംബെ സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബോംബെ നഗരത്തിലെ സാമ്പാറാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് പ്രത്യേകമായിട്ടൊന്നുമില്ല. ആദ്യം തന്നെ ഫസ്റ്റ് നമ്മൾ ലാസ്റ്റ് ചെയ്യുന്നു, നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നു. അതാണ് ആദ്യം താളിക്കണം. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യണം? ചെറിയ ഉള്ളി ഇടുക. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഇടുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റണം. ഓക്കെ, ഇത് നന്നായിട്ട് വഴണ്ട് വരുന്നവരെ ഇങ്ങനെ സ്റ്റീർ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് ഇവിടെ ഈ ബോംബെ സാമ്പാറെന്നല്ലേ. ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഐ കെയിം അക്രോസ് ബോംബെ സാമ്പാർ. അപ്പോൾ ഞാൻ വെച്ചാൽ ശരി, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ബോംബെ സാമ്പാർ എങ്ങനെയാണ്. നിങ്ങൾ ബോംബെ സാമ്പാർ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഇതൊന്ന് നോക്കി ഉണ്ടാക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് വഴണ്ട് വരണം. അതിൽ നമ്മളിവിടെ കുറച്ച് പച്ചക്കറി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. സോ ഞാനിവിടെ എടുത്തിരിക്കുന്ന കുമ്പളങ്ങയും തക്കാളിയും പിന്നെ വെണ്ടയ്ക്കയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് വേവിക്കണം. മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടാണ് ഞാൻ വേവിക്കുന്നത്. ഞാൻ സാമ്പാർ പൊടി വന്നിട്ട് ഞാൻ തന്നെ പൊടിച്ചെടുക്കുമായിരുന്നു. അതായത് ഞാനിങ്ങനെ റെഡിമെയ്ഡ് വാങ്ങിച്ചില്ല. നമ്മൾ സാമ്പാർ പൊടി ഉണ്ടാക്കില്ല, അതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിനകത്ത് ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ ഇത് നന്നായിട്ട് വഴറ്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സാമ്പാർ പൊടി പൊടിച്ച് വെച്ചിരിക്കുന്നത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഓക്കെ, നിങ്ങളുടെ ഇതനുസരിച്ച് ഓൾറെഡി ഇത് വറുത്ത് പൊടിച്ചു, സോ അതിനകത്ത് അധികം ഇടുന്നില്ല. ഇനി നമുക്കിതിലേക്ക് വേറൊരു സംഭവം കൂടെ ആഡ് ചെയ്യാൻ പോകണം. അത് ഞാൻ കാണിച്ചു തരുന്നത്. അങ്ങനെ ഞാൻ പച്ചക്കറികളെല്ലാം കൂടെ ഈ ഒരു ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ഇടാൻ പോകുന്ന സംഭവം ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സംഭവമാണ്. അപ്പോൾ ഇതെന്താണെന്നറിയോ? ഇതാണ് നമ്മുടെ കടലമാവ്. സോ നമ്മുടെ ബേസിൻ പൗഡർ എടുത്ത് നമ്മൾ നന്നായിട്ട് കലക്കിയിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, എന്നിട്ട് ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ പരിപ്പ് ഇട്ടിട്ടില്ല. അതായത് നമ്മൾ തോരപ്പരിപ്പോ മസൂർ ദാളോ ഇതൊന്നും ഇടാത്ത സാമ്പാറാണ്. സോ ഇത് നന്നായിട്ട് നമ്മളൊന്ന് ഇതാക്കണം. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ച് നമുക്കൊന്ന് സെറ്റാക്കാം. ഗൈസ്, ഞാൻ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മുടെ ബോംബെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ വാങ്ങി വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പരിപ്പിടാത്ത ബേസിൻ പൗഡറൊക്കെ ഇട്ടിട്ടുള്ള ബോംബെ സാമ്പാർ ഇസ് റെഡി. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. ആൻഡ് ഇറ്റ് ഇസ് വെരി ടേസ്റ്റി. അപ്പോൾ ഇത് ഇഡ്ലിക്കും ദോശയ്ക്കും ചോറിനും ഒക്കെ നല്ല അടിപൊളിയായിരിക്കും. ആൻഡ് ഗോതമ്പ് ദോശ ഓൾസോ, അതിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സാമ്പാറാണ്. അപ്പോൾ പ്ലീസ് ഡു ട്രൈ ഗൈസ്. ഇതൊരു അടിപൊളി സാമ്പാർ. എപ്പോഴും നമ്മൾ സാധാരണ ആ ഒരു സെയിം രീതിയിൽ ഉണ്ടാക്കുന്നതിനെക്കാട്ടി ഒന്ന് മാറ്റി പിടിച്ച് നോക്കൂ. അപ്പോൾ വീണ്ടും അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.